അടുത്തത് മകരക്കൂറാണ്. ഉത്രാടത്തിൻ്റെ മുക്കാൽ, അവസാനത്തെ 3 പാദം, തിരുവോണം, അവിട്ടം. ഈ നക്ഷത്രക്കാരാണ് മകരക്കൂറിൽ വരുന്നത്. ഇവരുടെ 2ാം ഭാവത്തിൽ ഉച്ചത്തിലിരിക്കുന്നതായിട്ടുള്ള ചൊവ്വയും സൂര്യനും ഒന്നിച്ച് വരുന്നു. 3ാം ഭാവത്തിലേക്ക് ബുധശുക്രന്മാരും രാഹുവും ഉണ്ടാകും. അധികാരവും അതുപോലെ സമ്മർദ്ദവും ഒരുമിച്ച് ഉണ്ടാകുന്ന ഒരു കാലമാണ്. ധനാദി കാര്യങ്ങളിൽ തീരുമാനം എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് എടുക്കേണ്ടതാണ്. ധനപരമായിട്ട് വരുമാനം ഉണ്ടെങ്കിലും ചിലവ് ഇവർക്ക് കൂടുതലായിട്ട് വരും. വരുമാനത്തിൽ കവിഞ്ഞ ചിലവ് ഇവർക്ക് ഉണ്ടാകാവുന്ന ഒരു കാലമാണിതിപ്പോൾ. ആരോഗ്യപരമായിട്ട് പല്ല്, അതുപോലെ നഖം, എല്ലുകൾ, അതുപോലെ തല സംബന്ധിച്ചും ഒക്കെയുള്ള രോഗങ്ങൾ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് പല്ല് സംബന്ധിച്ച്, അതുപോലെ എല്ലുകൾ സംബന്ധിച്ചും ഒക്കെ ഉള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നിരന്തരം തലവേദന അനുഭവിക്കാനുള്ള ഒരു യോഗവും ഇവർക്ക് കാണുന്നുണ്ട്. കുടുംബപരമായിട്ട് വാക്കുകൾ ശ്രദ്ധയോടുകൂടി ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ചില സംഘർഷങ്ങൾ സ്വന്തം വീട്ടിൽ ഉണ്ടാകാൻ ഉള്ള എല്ലാ സാഹചര്യങ്ങളും കാണുന്നുണ്ട്. ഇവർക്ക് പരിഹാരമായിട്ട് എള്ള് കിഴികെട്ടി എള്ള് കൊണ്ട് നീരാജനം നടത്തുക, അത് ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നടത്താവുന്നതാണ്. അവനവൻ സ്വയം ചെയ്യാവുന്ന പൂജകളോ ഒക്കെ അവരവർ ചെയ്തു പോരേണ്ടതാണ്.